ഒരാഴ്ചക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ടെറസിൽ കയറിയത്. ഭയങ്കര മഴയല്ലായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള വീഡിയോസൊന്നുമല്ല, നടലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിപ്പൂവ് ഉണ്ടോ, ചെറിയ ഉള്ളിയുടെ പൂവാണ്. നോക്കിക്കേ, നമ്മുടെ ഉള്ളി പൂവിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഉള്ളിയാണ് കേട്ടോ പൂവിട്ടിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഉള്ളി ഉണ്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ നമ്മുടെ ഇത് ചീര നിറച്ച് മുളച്ചിട്ടുണ്ട് കേട്ടോ. ചീര ഒരുപാട് മുളച്ചിട്ട് ഞാൻ ഉള്ളി നടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. കണ്ടോ, ഉള്ളിയൊക്കെ മുളച്ച് നിൽക്കണമൊക്കെ. സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് നല്ല എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കണം. സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ. ഉള്ളി, അതിൻ്റെ കൂടെ തന്നെ ചീരൊക്കെ എങ്ങനെ ഞാൻ വിത്തിട്ടിട്ട് മുളച്ചതല്ല, അതിൻ്റെ വെറുതെ ആ മണ്ണിലിട്ട് മുളച്ച് വന്നതാണ്. പിന്നെ പൂക്കൾ, മഴയത്ത് ഞാൻ ഇങ്ങോട്ട് കയറാതിരുന്നിട്ട് നിറച്ചു റോസാപ്പൂവാണ്. എന്താ ഭംഗി കാണാൻ, റോസാപ്പൂ കാണാൻ. ഈ ഒരു ചട്ടിയിൽ നിറച്ചും ഇപ്പോൾ അതൊക്കെ ഉണങ്ങി. ഇതെല്ലാം വെട്ടിക്കളഞ്ഞ് രണ്ടാമത് സെറ്റാക്കണം. എന്താ രസം ഈ പൂവ് കാണാൻ. അതിന് കടിച്ച് തിന്നാൻ തോന്നും ഈ ഒരു പൂവ് കണ്ട. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ പൂവ്. ഈ റോസാപ്പൂവില്ലേ, എൻ്റെ ഉമ്മയുടെ വീട്ടിലെ പണ്ട് അങ്ങനെ നല്ലൊരു മരം പോലെ ആയിരുന്നു റോസിൻ്റെ ചെടി. അതിൻ്റെ മുകളിൽ ഒരു ദിവസം ഒരു 100-500 റോസ ഇതുപോലെ ഇതന്നെ സെയിം വിരിയായിരുന്നു. ഞാൻ എപ്പോഴും ഉമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഞങ്ങളെല്ലാ വീക്കെൻഡിലും പോകുമായിരുന്നു ഉമ്മയുടെ വീട്ടിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ റോസ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നൊരു സംഭവമാണ്. എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു എൻ്റെ ഗാർഡനിൽ ഇതുപോലുള്ള റോസ ഇങ്ങനെ വിരിഞ്ഞ് പന്തലിച്ച് നിൽക്കണം. അപ്പോൾ മാഷാ അല്ലാ, എനിക്കിപ്പോൾ ആ ഒരു സംഭവം കിട്ടിയിരിക്കുക. 2 ചട്ടിയിൽ ആ റോസയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതണ്ട, 2 ചട്ടിയിലും ഈ റോസയാണ്. പിന്നെ ബാക്കി നമ്മൾ മേടിച്ചിട്ടുള്ള കുറേ റോസകൾ. ഇനി ഒരു മഞ്ഞ റോസ മേടിക്കണം, മഞ്ഞ റോസ സംഘടിപ്പിക്കാൻ. കുറച്ച് പൂക്കളായി. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറാതെ ഇരുന്നിട്ട് കയറിയപ്പോൾ അവസ്ഥയാണ് ഇവിടുത്തെ. ഇനി വേറെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ കോവക്ക ഉണ്ടായിട്ട് നിൽക്കണണ്ട. കോവക്ക വള്ളി പടർത്തി വിട്ടിട്ട് കോവക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കോവൽ ഞാൻ കമ്പ് പിടിപ്പിക്കുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ. കോവക്ക നല്ല എളുപ്പമാണ്. കോവക്ക വെറുതെ തിന്നാൻ നല്ല രസമാണ്. പക്ഷെ ഞാൻ തിന്നാറില്ല, ഇവിടെ ഉമ്മാക്ക് തിന്നാൻ വേണ്ടി കൊടുക്കും. ടെറസാകെ എന്താ പറയുക, പരന്ന് എടുക്കുകയാണേ. അതുപോലെ തന്നെ പയറൊക്കെ അതങ്ങനെ ഞാൻ കുറേ ദിവസമായി ഇങ്ങോട്ട് കയറിയിട്ട്. അതിൻ്റെ കുറേ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, വാളരി പൊട്ടിക്കലാണ് ഇന്നത്തെ പണി. പൊട്ടിക്കാനായോ, അത് വിത്തിന് നിർത്തണോ എന്നൊക്കെ ഒരു സംശയത്തിലാണ് ഞാൻ നിൽക്കണത്. വാളരി ഇത് മൂത്തിട്ടുണ്ട്. ഈ വാളരി മൂത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കാര്യം ചെയ്യാം, ഇത് 2 നമുക്ക് വിത്തിന് നിർത്താം. ഇനിയിപ്പോൾ അടുത്ത വാളരിയുടെ തൈകൾ നമുക്ക് മുളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ അതിന് നമുക്ക് ഈ 2 വിത്തിന് നിർത്താം. പിന്നെ ഇത് താഴെ വേറെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. വേറെ വാളരി ഇതാ നമുക്ക് വേഗം പൊട്ടിക്കാം. ഇത് നമുക്ക് പൊട്ടിക്കാം. വാളരി വലുതായി കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇത് 1 പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാവുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വാളരി പയർ. അപ്പോൾ 1 പൊട്ടിച്ച്. പിന്നെ കുറേ മുളകുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് പോക്കറ്റിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. മുളകുണ്ടായിരുന്നു, മുളകും ഞാൻ ആ ചുരിദാറിൻ്റെ പോക്കറ്റിലാണ് മുളകും വാളരി. ഞാൻ മുറ എടുക്കാൻ മറന്നുപോയി. പിന്നെ മുറത്തിൽ കൊണ്ടുപോകാനുള്ള പച്ചക്കറിയൊന്നും ഇവിടെ ഇല്ല. എന്നാലും ഇത് 2 ഞാൻ വിത്തിന് നിർത്തിയേക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന് വിത്ത് വേണമെങ്കിൽ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ, അയച്ചേരൻ്റെ.
പിന്നെന്താ അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. കുറേ ചെയ്ത് വെക്കാണ്ട് ഇനിയൊക്കെ പണികൾ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ വെണ്ട മാറ്റി നട്ടിട്ടില്ല. മഴ ആയ കാരണം ഞാൻ ഇങ്ങോട്ട് കയറാത്ത കാരണം വെണ്ട ഞാൻ മാറ്റി നട്ടിട്ടില്ല. വെണ്ടത്തൈ ഇവിടെ അതെങ്ങനെ ഇരിപ്പാണ് എന്നെ കാത്തിട്ട്. ഒരു നാല് തൈ ഉണ്ടായിരുന്നല്ലോ. 4 തൈയുണ്ട്. 4 തൈ എനിക്ക് കർഷകശ്രീ ബുക്കിൻ്റെ കൂടെ കിട്ടിയ വെണ്ടത്തൈയാണിത്. ഇതിൻ്റെ മുകളിൽ വെണ്ട ഉണ്ടായിട്ട് കർഷകശ്രീയുടെ ബുക്കിൽ ഫോട്ടോ വിട്ടു കൊടുക്കണം എനിക്ക്. അതാണ് എൻ്റെ ആഗ്രഹം. ഓണാകുമ്പത്തിനുണ്ടാവുമായിരിക്കും വെണ്ടയ്ക്കൊക്കെ. അതാണ്. പിന്നെ നമ്മളിവിടെ ചീരയുടെ വിത്തിട്ട് ആ വിത്ത് മുളച്ചില്ല. വേറെ ഏതൊക്കെയോ കുറേ വിത്തുകൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര